ഏതായാലും ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷതയും അതുപോലെ തന്നെ ഫെഡറലിസവും പൌരസ്വാതന്ത്ര്യവും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ ഐക്യത്തോടെയുള്ള ഒരു പോരാട്ടമായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് വരിക. ഇപ്പൊ പ്രധാനമന്ത്രി സമയം കൂടുതലെടുത്ത് വിശദീകരിച്ചാലും ഇപ്പൊ നീറ്റ് പരീക്ഷ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, 20 ലക്ഷം പേർ പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷയിൽ ക്രൂരമായ അഴിമതി നടത്തി സാധാരണക്കാരായ കുട്ടികളുടെ എല്ലാ തൊഴിൽ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും തകർത്ത് എന്നിട്ട് നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ 7 വർഷമായി 70ഓളം പരീക്ഷകളിൽ കൃത്യമായിട്ട് കുംഭകോണം നടന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട്, നടക്കാൻ പാടില്ലാത്ത നടന്നിട്ടുണ്ട് എന്ന് വസ്തുതാപരമായിട്ടുള്ള പ്രസംഗമാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് നടത്തിയത്. എന്തു മറുപടിയാണ് കൊടുത്തത്? നീറ്റ് പരീക്ഷ 9.6 ലക്ഷം പേര് എഴുതി. ഒന്ന് ആലോചിച്ച്, നമ്മെ പഠിപ്പിക്കാൻ വരുന്ന വിദ്യാഭ്യാസ യോഗ്യത അധ്യാപകരായിട്ട് വരുന്നവരെ അതിലെല്ലാം തട്ടിപ്പാണ്, എല്ലാ മേഖലകളിലും തട്ടിപ്പ്. വ്യാപം അഴിമതി മുതൽ നമ്മുടെ തട്ടിപ്പ് നമ്മുടെ മുന്നിലുണ്ട്. ഈ തട്ടിപ്പ് കർഷകരെ കുറിച്ച് ഒരു വാക്കും മറുപടിയിൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അഗ്നിവീർ പറയുമ്പോഴും നമുക്കറിയാം തൊഴിലില്ലായ്മയുടെ രൂക്ഷമായ നാളുകളിലൂടെ കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ട് യുവജനങ്ങൾ വഴിയാധാരമായി മാറി. എവിടെ അഡ്രസ്? അതിലെന്താണ് പറഞ്ഞേ? കുറെ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? അതുപോലെ തന്നെ കള്ളക്കേസ്, ജനാധിപത്യത്തെ പണാധിപത്യം മാറ്റുന്നത്, അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നത്, ഇതെല്ലാം ഈ രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ആ പ്രശ്നങ്ങളിലൊന്നും പ്രധാനമന്ത്രി കഴിഞ്ഞ കുറച്ച് നാളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഗീർവാണം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇത്തരം പ്രസംഗങ്ങൾ നടത്തിയ മേഖലകളിലെല്ലാം ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വമ്പിച്ച വിജയം കിട്ടിയതെല്ലാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഐക്യത്തോടെ മുന്നോട്ട് പോകും. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലായിരിക്കും. കർഷകരെയും തൊഴിലാളികളെയും അതുപോലെ വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന പരമ്പരാഗത വ്യവസായ മേഖലയിലുള്ളവരെയെല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പോരാട്ടമായിരിക്കും. ഇത്തരത്തിൽ എത്ര നുണപ്രചരണം വന്നാലും ഞങ്ങൾ അതിനെ അതിജീവിക്കും. പ്രത്യേകിച്ച് മാധ്യമങ്ങളെ അടക്കം കള്ളക്കേസ് കുടുക്കി അവരുടെ പ്രതികരണ ശേഷി ഇല്ലാതാക്കുന്നു. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് പച്ചയായ ഭരണപക്ഷ അനുകൂല രാഷ്ട്രീയം കളിക്കുന്നു. അതുപോലെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്നു. ഇത്തരം നയങ്ങൾക്കെതിരെ പാർലമെന്റിന് അകത്തും പുറത്തും ഏറ്റവും ശക്തമായിട്ടുള്ള തിരുത്തൽ ശക്തിയായി ഞങ്ങൾ മുന്നേറും. അതിൽ യാതൊരു സംശയമില്ല. ശ്രീ രാജു പി നായർ, താങ്ക് യു. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ശങ്കുട്ടി ദാസ് ചർച്ചയിലൊപ്പം ചേർന്നതിന്.